ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് 2 സൂപ്പർ അമ്മമാരെയാണ്. ഒന്ന് എൻ്റെ സൂപ്പർ അമ്മ, പിന്നെ എൻ്റെ സൂപ്പർ അമ്മയെ സൂപ്പർ അമ്മയാക്കി മാറ്റിയ എൻ്റെ അമ്മമ്മ. ഞാൻ ആദ്യം തന്നെ എൻ്റെ അമ്മയുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് പറയാം. അമ്മ കല്യാണത്തിന് മുമ്പേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കല്യാണത്തിന് മുമ്പേയും ഇപ്പോഴും അമ്മക്ക് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അത് പറയട്ടെ, ഞാൻ ഇപ്പം പ്രൗഡായിട്ട് പറയും, എൻ്റെ അമ്മ സിംഗിൾ പാരൻ്റാണ്. അമ്മ ഒരു ഡിവോഴ്സിയാണ്. അമ്മക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പേ എന്താ പറയുക, അമ്മ ഭയങ്കര ഒരു ഇൻട്രോവേർട്ടായിരുന്നു. അമ്മയുടെ ഡ്രീംസൊന്നും അമ്മ വേണ്ടാന്ന് വെച്ചിട്ട് ഫുൾ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് അമ്മ ഫുൾ ചെയ്തത്. പെട്ടെന്ന് ലൈഫിൽ ഒരു ഇൻസിഡൻറ്റ് വന്നു. അത് ഏതൊരു സ്ത്രീക്കും അത് ഓവർകം ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ആ ഒരു ടൈമിൽ അമ്മേനെ കൂടെ ചേർത്ത് പിടിച്ചത് അമ്മമ്മയാണ്. അമ്മമ്മ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ അമ്മ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടാവില്ല. കാരണം ആ ഒരു ടൈമിൽ, ആ ഒരു ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് അമ്മ ഫുൾ ഡിപ്രഷനായിരുന്നു. സാധാരണ ഇങ്ങനത്തെ ഒരു ഡിവോഴ്സ് കേസസ് ഒക്കെ നടക്കുമ്പോൾ പൊതുവേ അമ്മമാർ കുറ്റപ്പെടുത്തും മക്കളെ. പക്ഷേ അമ്മമ്മ ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല അമ്മേനെ കുറ്റപ്പെടുത്തിയത്. പക്ഷെ ചിലപ്പോഴൊക്കെ അമ്മ എന്താ പറയുക, ഒരു മുറിയിലിരുന്ന് കരയാറുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അമ്മമ്മേൻ്റെ അടുത്ത് ഒരിക്കൽ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തിനായിരുന്നു ഒരു അന്വേഷിക്കാതെ അമ്മേനെ ഇങ്ങനത്തെ ഒരു മാരേജിലേക്ക് വിട്ടത് എന്നുള്ളത്. ആ ടൈമിൽ അമ്മമ്മ പറഞ്ഞത്, ദൈവം വിധിച്ച പോലെ വരുള്ളൂ. ഇപ്പം നമുക്കൊരു കമ്പാനിയൻ വേണ്ട എന്ന് തോന്നിയതിൻ്റെ ഒരു ബിഗ് റീസൺ അമ്മമ്മ തന്നെയാണ്. കാരണം ഒരിക്കലും കഴിവിടാതെ, തിരിച്ചൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത് അമ്മമ്മ തന്നെയാണ്. മക്കൾക്കൊരു പ്രശ്നം വരുമ്പം കൂടെ എപ്പോഴും അമ്മമാരെ ഉണ്ടാകുള്ളൂ എന്ന് ഒരു തെളിവ്, ഒരു ബിഗ് എക്സാമ്പിൾ അമ്മമ്മ തന്നെയാണ്. ഞാൻ ഇപ്പവും പറയുന്നു, അച്ഛൻ്റെ സ്നേഹം എന്താണെന്ന് എങ്ങനെയാണെന്ന് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അതിനേക്കാളും സ്നേഹം എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ട്, എൻ്റെ അമ്മമ്മേൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം എൻ്റെ സൂപ്പർ അമ്മയ്ക്ക് ഞാൻ ഒരുപാട് ഗിഫ്റ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ സൂപ്പർ അമ്മയെ ഒരു സൂപ്പർ അമ്മയാക്കി മാറ്റിയ എൻ്റെ അമ്മമ്മക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ്.